അരീനാസ് ഓഫ് കോൾഡ് വാർ. അരീനാസ് ഓഫ് കോൾഡ് വാർ അഥവാ ശീതയുദ്ധത്തിന്റെ പോർക്കളത്തിൽ. ശീതസമര കാലഘട്ടത്തിൽ ക്യൂബൻ മിസൈൽ സംഭവം പോലെ പല പ്രതിസന്ധികളും ഉടലെടുത്തിരുന്നു. ഉദാഹരണം കൊറിയ, ബെർലിൻ, കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രതിസന്ധികൾ. പ്രശ്നങ്ങൾ അതിന്റെ മൂർധനാവസ്ഥയിൽ പലപ്പോഴും എത്തിച്ചേർന്നുവെങ്കിലും മറ്റൊരു ലോകയുദ്ധം എപ്പോഴും ഒഴിവാക്കപ്പെട്ടിരുന്നു. ശീതസമര സംഘർഷം ഒഴിവാക്കുന്നതിൽ ചേരിചേരാ രാഷ്ട്രങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. സൈനിക ശക്തിയെക്കുറിച്ചുള്ള പരസ്പര സംശയങ്ങളും ഊഹാപോഹങ്ങളും ആയുധശേഖരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണമായി. എന്നാൽ ശത്രുതയ്ക്കിടയിലും ആണവോത്തര ആയുധങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചർച്ചകളിൽ ഇവർ ഏർപ്പെട്ടു. ആയുധ നിയന്ത്രണങ്ങളിലൂടെ ശക്തി സന്തുലനം കൈവരിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതിനെ തുടർന്ന് 1960കളിൽ ഇരുഭാഗത്തു നിന്നും 3 പ്രധാന ഉടമ്പടികൾ ഒപ്പുവെക്കുകയുണ്ടായി. വരെ യുദ്ധ സംഭവ വികാസങ്ങളുടെ നാൾ വഴിയെന്ന് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ USSRന്റെ എൻഡിങ് വരെ കൊടുത്തിട്ടുണ്ട്. 1947 കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയാനായി അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാന്റെ പ്രഖ്യാപനം. 1947-52 മാർഷൽ പദ്ധതി, യുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിനുള്ള അമേരിക്കന്റെ സാമ്പത്തിക സഹായം. 1948-49 കാലയിൽ റഷ്യയുടെ ബെർലിൻ ഉപരോധം. അമേരിക്കയുടെ സഖ്യകക്ഷികളും വിമാനമാർഗം പശ്ചിമ ബെർലിനിലെ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വിതരണം നടത്തുന്നു. 1950-53 കൊറിയൻ യുദ്ധം. 1954 ദീൻ ബിൻ ഭൂവിൽ വെച്ച് വിയറ്റ്നാം ജനത ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി ജനീവ സഹകരണ കരാർ ഒപ്പുവെച്ചു. വിയറ്റ്നാമിനെ 17 പാരൽ അടിസ്ഥാനമാക്കി വിഭജിച്ചു. C2 രാഷ്ട്രീയ കൂട്ടായ്മ രൂപീകരിച്ചു. 1954 മുതൽ 75 വരെ വിയറ്റ്നാമിൽ അമേരിക്കയുടെ ഇടപെടൽ. 1955 ബാഗ്ദാദ് ഉടമ്പടി ഒപ്പുവെച്ചു. ഇത് പിന്നീട് സെന്റോ എന്നറിയപ്പെട്ടു. 1955 ബാഗ്ദാദ് ഉടമ്പടിയാണ് പിന്നീട് സെന്റോ എന്നറിയപ്പെട്ടത്. 1986 ഹംഗറിയിൽ സോവിയറ്റ് ഇടപെടൽ. 1961 അമേരിക്കൻ ഒത്താശയോടുകൂടി ക്യൂബൻ വിമതർ ക്യൂബയിലെ ബൈ ഓഫ് പിഗ്സ് ആക്രമിക്കുന്നു. ബെർലിൻ മതിൽ നിർമ്മാണം. 1962 ക്യൂബയിൽ മിസൈൽ പ്രതിസന്ധി. 1965 ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ അമേരിക്കൻ ഇടപെടൽ. 1968 ചെക്കോസ്ലാവിയയിൽ സോവിയറ്റ് ഇടപെടൽ. 1972 അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ചൈന സന്ദർശിച്ചു. 1978-79 കംബോഡിയയിൽ വിയറ്റ്നാമിന്റെ ഇടപെടൽ. 1979-89 അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് ഇടപെടൽ. 1985 സോവിയറ്റ് യൂണിയനിൽ ഗോർബച്ച് പ്രസിഡന്റായി അധികാരമേറ്റു. പരിഷ്കരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു. 1989 ബെർലിൻ മതിൽ തകർന്നു. കിഴക്കൻ യൂറോപ്പിൽ സർക്കാർ വിരുദ്ധ ജനകീയ പ്രക്ഷോഭം. 1990 ജർമ്മനിയുടെ ഏകീകരണം. 1991 സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണവും ശീതയുദ്ധത്തിന്റെ അന്ത്യവും.